ഞാൻ പാട്ടൊന്നും പാടില്ല കേട്ടോ, തീരെ ശബ്ദം ശരിയുമല്ല. പക്ഷേ ഇവിടെ നിന്ന് വിരമിക്കുന്ന ഭാഷാധ്യാപകർക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് ഒരാഗ്രഹം. അതെങ്കിലും ചെയ്യാൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കഴിയണമല്ലോ. ഈ സ്വാർത്ഥത വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യത്തിലേക്ക് ഇങ്ങനെ അവനവന് വേണ്ടി എല്ലാം തനിക്ക് തന്നെ വേണം എന്നുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടും വിദ്യാഭ്യാസം നേടിയിട്ടൊന്നും അതിൽ മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യന് എന്ത് മനുഷ്യത്വമാണ് ഉണ്ടാവുക? മനുഷ്യനുള്ള ക്വാളിറ്റിയാണ് മനുഷ്യത്വം. മൃഗങ്ങൾക്കുള്ള ക്വാളിറ്റിയാണ് മൃഗീയത എന്ന് പറയുന്ന സാധനം. അപ്പം മനുഷ്യൻ എപ്പോഴെങ്കിലും മൃഗങ്ങളെ പോലെ പെരുമാറിയാൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മൃഗവും ഒരു പശുവും ഒരു കാളയും ഒരു പൂത്തും ഒരു നായയും ഒരു പൂച്ചയും രാവിലെ ആവുമ്പോൾ ബാഗും വാട്ടർ ബോട്ടിലും ഒന്നും എടുത്ത് ചോറ്റുപാത്രം ഒന്നും എടുത്ത് സ്കൂളിലേക്ക് പോകാറില്ല അല്ലേ? അപ്പം അതുകൊണ്ട് മൃഗത്വം, മൃഗീയത, മനുഷ്യൻ, മനുഷ്യത്വം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാട്ട് പാടാം. പറ്റുമെങ്കിൽ ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് പാടുന്നത് കേട്ടോ. കുട്ടികളിതൊന്ന് ഏറ്റുപാടാൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്കുക. കുറേ നേരമായില്ലേ ഇതിങ്ങനെ കേട്ടിരിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഇനിയും എത്ര കേൾക്കാനിരിക്കുന്നു. അപ്പം നിങ്ങളൊന്ന് വെറുതെ ഏറ്റുപാടി നോക്കുക. ഒന്നൊരു എക്സസൈസും കൂടെയാവും. കണ്ണ കണ്ണ കറപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണം. ഒന്ന് പാടി നോക്കൂ. കണ്ണ കണ്ണ കറപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണം. തുറന്ന് പാടിക്കോ, കൈയടിച്ച് പാടിക്കോ. ഇതിനി ഒരു ചാൻസ് വേറെ ഇല്ല. കണ്ണ കണ്ണ കറപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണം. ഞാൻ മൈക്കിലാണ് പാടുന്നത്. ഇതിനേക്കാൾ ശബ്ദത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ഉഷാറുണ്ടാവുള്ളൂ. കണ്ണ കണ്ണ കറപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണം. കറന്നാലും തീരാത്ത പയ്യനെ വേണം. കറന്നാലും തീരാത്ത പയ്യനെ വേണം. ഇടയ്ക്കിടെ പേരുള്ള പയ്യനെ വേണം. ഇടയ്ക്കിടെ പേരുള്ള പയ്യനെ വേണം. ഈ മനുഷ്യന്മാരുടെ ആഗ്രഹം കേട്ടോ, അതിങ്ങനെ കൂടി വരും. ഇരട്ടക്കിടാവുള്ള പയ്യനെ വേണം. ഇരട്ടക്കിടാവുള്ള പയ്യനെ വേണം. ആലെ നിറങ്ങാത്ത പയ്യനെ വേണം. ആലെ നിറങ്ങാത്ത പയ്യനെ വേണം. ചാണോ മണക്കാത്ത പയ്യനെ വേണം. ചാണോ മണക്കാത്ത പയ്യനെ വേണം. നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം. നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം. വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം. വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം. കണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത്. ഇതെങ്ങനെ അല്ലെ? എല്ലാം അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. അപ്പൊ നമുക്കിതൊന്ന് സ്പീഡിൽ പാടാട്ടോ. കണ്ണ കണ്ണ കറപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണം. കറന്നാലും തീരാത്ത പയ്യനെ വേണം. ഇടയ്ക്കിടെ പേരുള്ള പയ്യനെ വേണം. ഇരട്ടക്കിടാവുള്ള പയ്യനെ വേണം.
ആലെ നിറങ്ങാത്ത പയ്യനെ വേണം, ചാണും മണക്കാത്ത പയ്യനെ വേണം, നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം, വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം, കണ്ണ കണ്ണ കറപ്പുമ്പ പുള്ളിള്ള പയ്യനെ വേണം. നല്ല സ്പീഡിലെ കണ്ണ കണ്ണ കറപ്പുമ്പ പുള്ളിള്ള പയ്യനെ വേണം, കറന്നാലും തീരാത്ത പയ്യനെ വേണം, കണ്ണ കണ്ണ കറപ്പുമ്പ പുള്ളിള്ള പയ്യനെ വേണം, കണ്ണ കണ്ണ കറപ്പുമ്പ പുള്ളിള്ള പയ്യനെ വേണം. അങ്ങനെ നിലയ്ക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്രയൊന്നും സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ശരി. താങ്ക് യു സർ.